ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ചെമ്മീൻ ഫ്രൈ ആണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം. ഫസ്റ്റ് പ്രോൺസ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് 500 ഗ്രാം പ്രോൺസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയുടെ ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് നമുക്കിത് മാറ്റി വെക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ ചൂടാക്കാം. അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് പ്രോൺസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോ സൈഡും 2 മിനിറ്റ് മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും 2 മിനിറ്റ് ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ബാക്കിയുള്ള എണ്ണയിലേക്ക് കുറച്ച് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ആഡ് ചെയ്തത്. ഇതൊന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 10 ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു മീഡിയം സൈസ് സവാളയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഉള്ളിയൊക്കെ ഒന്ന് വാടി കിട്ടണം. അതിനുശേഷം നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. സവാള വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ആഡ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചതച്ച മുളകാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾ എരിവിനനുസരിച്ച് ആഡ് ചെയ്യാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പ്രോൺസിലെല്ലാം ഈ മസാല നന്നായിട്ടൊന്ന് പിടിക്കണം. അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയൊക്കെ പ്രോൺസിൽ നന്നായിട്ട് ഇത് പിടിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് 2 മിനിറ്റ് ഒരു ചെറിയ ഫ്ലെയിമിൽ അടച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.